ഹിന്ദുത്വവാദിയായ അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലാക്കിയത് വഴിക്കടവ് പഞ്ചായത്തിൽ ചർച്ച ചെയ്യാതെ UDF എടുത്ത തീരുമാനം. നിലവിലെ അഭിഭാഷകനെ മാറ്റാൻ ഭരണസമിതി ചർച്ച ചെയ്ത് തീരുമാനിച്ചിരുന്നു. എന്നാൽ കൃഷ്ണരാജിനെ ചുമതലപ്പെടുത്തിയത് രഹസ്യമായി. വിവരങ്ങളുമായി KT സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹ്, അതായത് നിലവിലുണ്ടായിരുന്ന അഭിഭാഷകനെ മാറ്റുന്ന കാര്യം പഞ്ചായത്ത് സമിതിക്കാകെ അറിയാമായിരുന്നു. പക്ഷേ കൃഷ്ണരാജിനെ നിയമിച്ചത് പഞ്ചായത്ത് സമിതിക്ക് അറിയില്ല. UDF എടുത്ത തീരുമാനമാണ്. അവിടെയാണ് അതിൻ്റെ ദുരൂഹത വർദ്ധിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ കൃഷ്ണരാജുമായി ബന്ധപ്പെട്ട കൃഷ്ണരാജിൻ്റെ നിരവധി വർഗീയ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയകളിൽ ഇപ്പോഴും ചർച്ചയാണ്. മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകട്ടെ എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇന്നും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കത്തുകയാണ്. ഏതായാലും UDF വളരെ കൃത്യമായി എടുത്ത തീരുമാനം, കോൺഗ്രസ് ലീഗ് കൂടി എടുത്ത തീരുമാനം, അത് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് വഴിക്കടവിൽ വിളിച്ചു വരുത്തുന്നുണ്ട്. ഒപ്പം തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലുള്ള ഒരു രഹസ്യ ബാന്ധവം കൂടി വെളിവാകുന്നുണ്ടോ? സിജു, വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്ലിം ലീഗ് അംഗമാണ്. തങ്കമ്മ നെടുമ്പിടിയാണ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് റജി കണ്ടത്തിൽ കോൺഗ്രസ് അംഗവുമാണ്. 19 LDF അംഗങ്ങളാണ് ഇവിടെയുള്ളത്. 10 LDF അംഗങ്ങളാണ് ഈ പഞ്ചായത്തിലുള്ളത്. 13 UDF അംഗങ്ങളും ഈ പഞ്ചായത്തിലുണ്ട്. ഭരണസമിതി UDF ആണ്. ഈ ഒരു സാഹചര്യത്തിൽ ഭരണസമിതി ചർച്ച ചെയ്ത് തീരുമാനിച്ചതിൽ നിന്ന് പിന്നീട് രഹസ്യമായി മറ്റൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. പഞ്ചായത്ത് തീരുമാനിച്ചത് നിലവിലെ അഭിഭാഷകനെ മാറ്റി മറ്റൊരാളെ ചുമതലപ്പെടുത്തണം എന്ന് മാത്രമാണ്. ഇതും ഈ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ഒരു കേസ് തന്നെയാണ് ഈ ഹൈക്കോടതിയിലുമുള്ളത്. മുസ്ലിം ലീഗിൻ്റെ വഴിക്കടവ് പഞ്ചായത്തിൻ്റെ ട്രഷറർ ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. അനധികൃതമായി പഞ്ചായത്തിൽ കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഈ കേസ് കുറേ നാളായി ഇതിനായി ഒരു അഭിഭാഷകനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു പഞ്ചായത്ത്. പക്ഷേ പഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നത് ഇയാളുമായി വള്ളുവക്കാടൻ ഉസ്മാൻ എന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവുമായി ഈ അഭിഭാഷകന് അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ പതിവായി ഹൈക്കോടതിയിൽ ഹാജരാകുന്നില്ല. ഇതേ തുടർന്നാണ് മറ്റൊരു അഭിഭാഷകനെ വെക്കാൻ വേണ്ടി ഭരണസമിതിയിൽ വലിയ ആവശ്യം ഉയരുകയും പ്രതിപക്ഷം വലിയ ആവശ്യം ഉന്നയിക്കുകയും അങ്ങനെ ഒരാളെ ചുമതലപ്പെടുത്താൻ, നല്ലൊരു അഭിഭാഷകനെ ചുമതലപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തത്. ഇത് മാത്രമാണ് വഴിക്കടവ് പഞ്ചായത്തിലുള്ളവർക്ക് അറിയുന്നത്. പക്ഷേ പിന്നീട് നടന്നത് അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ ഇതിനായി ഹൈക്കോടതിയിൽ ചുമതലപ്പെടുത്തിയെന്ന കാര്യം അവർ അറിയുന്നത് ഇപ്പോൾ വാർത്ത വന്നതിന് ശേഷമാണ്. ഇതിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. പ്രത്യേകിച്ച് എങ്ങനെയാണ് ഈ എല്ലാവർക്കും സുപരിചിതനായ അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ തീവ്ര ഹിന്ദുത്വത്തിന് വേണ്ടി നിരന്തരം വാദിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ, അതും മുസ്ലിം ലീഗിൻ്റെ വഖഫുമായി ബന്ധപ്പെട്ട കേസിൽ കാസയ്ക്ക് വേണ്ടി അതിൻ്റെ എതിർ ഹർജിയിൽ ഹാജരാകുന്നത് അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ്. അങ്ങനെ ഒരാളെ എങ്ങനെയാണ് വഴിക്കടവ് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിച്ചത് എന്നത് വലിയ ദുരൂഹതയുണ്ട്. അതിന് പിന്നിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് അറിവുണ്ട് എന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. ഇതിലെ വലിയ തമാശ, കോൺഗ്രസിൻ്റെ അംഗങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെയും മറ്റ് അംഗങ്ങൾ പോലും അറിയാതെയാണ് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. ഈ പ്രസിഡന്റും അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റും ഒക്കെയാണ് ഇക്കാര്യം അറിഞ്ഞിട്ടുള്ളത്. അതായത് ഈ തീരുമാനം മുസ്ലിം ലീഗിൻ്റെ വഴിക്കടവിലെയോ അതല്ലെങ്കിൽ മറ്റ് നേതാക്കൾ ചേർന്ന് ചുമതലപ്പെടുത്തിയ ഒരു കാര്യമാണ്, നിർദ്ദേശിച്ച ഒരു കാര്യമാണ് എന്നാണ് പഞ്ചായത്തിലെ പ്രതിപക്ഷം സംശയിക്കുന്നത്. തീർച്ചയായും ഇത് ഈ പഞ്ചായത്തിനോട് തന്നെ ചെയ്ത, അവിടെയുള്ള മതന്യൂനപക്ഷങ്ങളോട് ചെയ്ത വെല്ലുവിളിയാണ് എന്നാണ് പഞ്ചായത്ത് അധികൃതർ, പഞ്ചായത്തിലെ ഈ മതന്യൂനപക്ഷങ്ങൾ എന്ന് മാത്രമല്ല എടുത്തു പറഞ്ഞിട്ടുള്ളത്. കാരണം കൃത്യമായിട്ട് നമുക്കറിയാം, ഈ കൃഷ്ണരാജ് സോഷ്യൽ മീഡിയയിലൂടെ അടക്കം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിം വിരോധമാണ്. അടിമുടി വർഗീയത വിളമ്പുന്ന ഈ കൃഷ്ണരാജിനെ ലീഗ് ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് എങ്ങനെ അഭിഭാഷകനായി നിയമിച്ചു? അവിടെയാണ് സംശയം ഉയരുന്നത്. അന്തർധാര കൃത്യമായ സജീവമാണ് എന്നുള്ളതാണ്. വർഗീയതയ്ക്ക് കൂട്ടുകെട്ട് ആരൊക്കെ ആയാലും, അതായത് ജമാഅത്തെ ഇസ്ലാമി ആയാലും അതോടൊപ്പം തന്നെ സംഘപരിവാർ ആയാലും എല്ലാ വർഗീയതയും ഒന്നാണെന്നുള്ള തരത്തിലേക്ക് ജനങ്ങൾക്ക് വ്യാഖ്യാനിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് വഴിക്കടവിൽ നടന്ന കാര്യം. അവിടെ തന്നെയാണ് നേരത്തെ പറഞ്ഞ ആ അഭിഭാഷകനെ കഴിവുകേടിൻ്റെ പേരിൽ മാറ്റുമ്പോഴും വളരെ ലീഗുമായി ബന്ധപ്പെട്ട വളരെ കഴിവുറ്റ അഭിഭാഷകർ ഉണ്ടായിരുന്നു. അവരെ ഒന്നും നിയോഗിക്കാതെ എന്തുകൊണ്ട് കൃഷ്ണരാജ്? ആ ചോദ്യം തന്നെയാണ് വഴിക്കടവ് പഞ്ചായത്തിലെ പ്രതിപക്ഷം ചോദിക്കുന്നത്, വഴിക്കടവ് പഞ്ചായത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത്. ലീഗിൻ്റെ ആ ദുരൂഹത, ലീഗ് എടുത്ത നിലപാടിലെ ദുരൂഹത പുറത്തു വരേണ്ടതുണ്ട്. എങ്ങനെയാണ് അവിടെ പ്രതിപക്ഷം ഇപ്പോൾ സമരപരിപാടികൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്?
തീർച്ചയായും ഇക്കാര്യം പഞ്ചായത്തിൽ ചർച്ച ചെയ്യുക, അതോടൊപ്പം തന്നെ ഇയാളെ മാറ്റാനുള്ള ആലോചനകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇയാളെ മാറ്റുമെന്നാണ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെല്ലാം ഈ ചുമതലയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്താണ് ഇതിൻ്റെ ഒരു വസ്തുത എന്നത് ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലാവാത്ത സാഹചര്യമുണ്ട്. കാരണം ഈ മുസ്ലിം ലീഗ് നേതാവുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചായത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് SC സംവരണ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിലെ ഭരണസമിതിയെപ്പോലും ഹൈജാക്ക് ചെയ്ത് അവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഒക്കെ ഹൈജാക്ക് ചെയ്ത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെയാണ് ഈ ഖജാഞ്ചി തന്നെ മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് ട്രഷറർ തന്നെ അനധികൃതമായി ഒരു കെട്ടിടം നിർമ്മിക്കുന്നതും ദീർഘകാലം അതിൻ്റെ കേസുമായി അത് മുന്നോട്ട് പോകുന്നതും ഹൈക്കോടതിയിൽ വരെ ഈ കേസ് എത്തുന്നതും പിന്നീട് ആ അഭിഭാഷകനെ സ്വാധീനിച്ച് അയാൾ നിരന്തരം ഹാജരാവാതിരിക്കുന്നതും ഇതെല്ലാം ആ പഞ്ചായത്തിൽ നിൽക്കുന്ന കാര്യമല്ല. മുസ്ലിം ലീഗിൻ്റെ പുറത്തുനിന്ന് ആളുകൾ ഇതിൽ ഇടപെട്ടു എന്ന് കൃത്യമായി വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഈ പഞ്ചായത്തിലെ അംഗങ്ങളെല്ലാം തന്നെ, പ്രതിപക്ഷ അംഗങ്ങൾ ഒന്നടങ്കം പറയുന്നത്. നമുക്ക് മനസ്സിലാവുന്നത് അത് തന്നെയാണ്. കാരണം എങ്ങനെയാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ പോലെ സുപരിതനായ അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ എല്ലാവർക്കും പബ്ലിക് ഡൊമൈനിൽ ഉള്ള ഒരാളെ എങ്ങനെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായി ഹൈക്കോടതിയിൽ ചുമതല വരുന്നു എന്നത് സ്വാഭാവികമായും ഉയരുന്ന ഒരു സംശയമാണ്. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് മുസ്ലിം ലീഗ് നേതൃത്വം തന്നെയാണ്. ശരി, KT സ്വാലിഹാണ് മലപ്പുറത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കൃഷ്ണരാജിനെ, വർഗീയവാദിയായ കൃഷ്ണരാജിനെ സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിച്ചതിലെ ദുരൂഹത തുടരുകയാണ്. UDF ഭരണസമിതി കൈക്കൊണ്ട തീരുമാനമാണ്, കോൺഗ്രസും ലീഗും കൂടി ചേർന്നെടുത്ത തീരുമാനമാണ്. പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക്, പഞ്ചായത്ത് അംഗങ്ങൾക്ക്, പഞ്ചായത്ത് സമിതിക്ക് അറിയാത്ത കാര്യം അതുതന്നെയാണ് വലിയ വിവാദമായി ഇപ്പോൾ വഴിക്കടവിൽ ഉയരുകയും ചെയ്യുന്നത്. വിവരങ്ങളാണ് KT സ്വാലിഹ് നൽകിയത്.